നമസ്കാരം. നമ്മൾ ബഡ്ജറ്റിലൊക്കെ കേൾക്കാറില്ലേ, പുതിയൊരു എക്സ്പ്രസ് ഹൈവേ വരുന്നു, പുതിയ എയിംസ് വരുന്നു എന്നൊക്കെ. ഇതൊക്കെ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെല്ലാം ആവശ്യമായ പണം എവിടെ നിന്നാണ് വരുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റീസോഴ്സ് മൊബിലൈസേഷൻ അഥവാ വിഭവ സമാഹരണം. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ എഞ്ചിൻ എന്ന് തന്നെ പറയാവുന്ന ഈ വലിയ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് സിമ്പിളായി മനസ്സിലാക്കും. പിന്നെ ഇതിലെ പ്രധാന കളിക്കാർ ആരൊക്കെയാണെന്ന് കാണും. തുടർന്ന് ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് പണം കണ്ടെത്തുന്നത്, അതിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് എന്താണ് എന്നൊക്കെ ചർച്ച ചെയ്യും. അവസാനം ചില പുതിയ രീതികളും ഇന്ത്യയുടെ മുന്നോട്ടുള്ള വഴിയും നോക്കി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ വിഭവ സമാഹരണം അഥവാ റിസോഴ്സ് മൊബിലൈസേഷൻ? ശരിക്കും വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന സമ്പാദ്യങ്ങളെയും പണത്തെയും ഒരുമിപ്പിച്ച് നാടിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതിനെയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ആശയം ഇതാണ്: രാജ്യത്ത് പണമുണ്ട്, പക്ഷേ അത് ജനങ്ങളുടെ കയ്യിൽ, ബാങ്കുകളിൽ, കമ്പനികളിലൊക്കെയായിരിക്കും. ഇതിനെ നികുതിയായും വായ്പയായുമൊക്കെ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തിക്കണം. ഉദാഹരണത്തിന്, നമ്മൾ ബാങ്കിലിടുന്ന പണം സർക്കാർ ബോണ്ടുകളിലൂടെ കടമെടുത്തിട്ട് ഒരു മെട്രോ റെയിൽ പ്രൊജക്ടിന് ഉപയോഗിക്കുമ്പോൾ അത് വിഭവ സമാഹരണമാണ്. ഇത് സർക്കാരിന്റെ ധനനയത്തിന്റെ, അതായത് ഫിസ്ക്കൽ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോ ഇതിത്ര പ്രാധാന്യമുള്ളതാവാൻ കാരണമെന്താ? കാരണം ഇതാണ് കടലാസിലെ വികസന പദ്ധതികൾക്ക് ജീവൻ കൊടുക്കുന്നത്. ആ പുതിയ ഹൈവേകളും ആശുപത്രികളുമൊക്കെ യാഥാർത്ഥ്യമാകണമെങ്കിൽ വിഭവങ്ങൾ കൃത്യമായി സമാഹരിക്കണം. ഈ പ്രോസസ് നടന്നില്ലെങ്കിൽ വലിയ വലിയ പദ്ധതികളെല്ലാം വെറും പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങിപ്പോകും. ഇനി അടുത്ത ചോദ്യം: ആരാണ് ഈ വിഭവങ്ങൾ സമാഹരിക്കുന്നത്? ഇത് ഗവൺമെന്റിന്റെ മാത്രം പണിയാണോ? അല്ല. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ഇതിന് 4 പ്രധാന കളിക്കാർ തന്നെയുണ്ട്. ആരാണവർ എന്ന് നോക്കാം. ഇന്ത്യയുടെ ഈ വലിയ വിഭവ സമാഹരണ പ്രക്രിയയിൽ 4 പ്രധാന കളിക്കാരുണ്ട്: കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകൾ, സ്വകാര്യ മേഖല, പിന്നെ നമ്മൾ ഓരോരുത്തരും അടങ്ങുന്ന ഹൗസ് ഹോൾഡ്സ് അഥവാ കുടുംബങ്ങൾ. ഈ 4 കൂട്ടരും പണം കണ്ടെത്തുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം പ്രവർത്തനം ചേരുമ്പോഴാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ചക്രം ശരിക്ക് കറങ്ങുന്നത്. ഇതിൽ ഒന്നാമത്തെ കളിക്കാരൻ കേന്ദ്ര സർക്കാർ തന്നെ. രാജ്യത്തെ വലിയ ദേശീയപാതകൾ, റെയിൽവേ ശൃംഖല, വലിയ തുറമുഖങ്ങൾ, ഇങ്ങനെയുള്ള മെഗാ പ്രൊജക്റ്റുകൾക്ക് പണം കണ്ടെത്തുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരാണ്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത് ചെയ്യുന്നത്? കാരണം ഇത്തരം പ്രൊജക്റ്റുകൾക്ക് ഭീമമായ മുതൽമുടക്ക് വേണം. പല സംസ്ഥാനങ്ങളുടെ കടന്നുപോകുന്നതുകൊണ്ട് ഏകോപനവും ആവശ്യമാണ്. അത് കേന്ദ്ര സർക്കാരിന് കഴിയൂ. രണ്ടാമത്തത് സംസ്ഥാന സർക്കാരുകൾ. അവർക്ക് പണം കണ്ടെത്താൻ പ്രധാനമായും 3 വഴികളുണ്ട്. 1. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം, ഉദാഹരണത്തിന് പെട്രോളിനും മദ്യത്തിനുമൊക്കെയുള്ള നികുതി. 2. മാർക്കറ്റിൽ നിന്ന് കടമെടുക്കാം. 3. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കും. പക്ഷെ തോന്നിയ പോലെ കടമെടുക്കാൻ പറ്റില്ല. സാമ്പത്തിക അച്ചടക്കം വേണം. അതുകൊണ്ട് 13ാം ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന് അവരുടെ പ്ലാൻ ചെലവിന്റെ 25% വരെ കടമെടുക്കാൻ അനുവാദമുള്ളൂ. എന്തിനാണ് ഇങ്ങനെയൊരു ലിമിറ്റ് വയ്ക്കുന്നത്? സംസ്ഥാനങ്ങൾ കടം വാങ്ങി ഒരു കടക്കണിയിൽപ്പെടാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഈ പണം കണ്ടെത്തുന്നത്? അവരുടെ കയ്യിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ട്? നമുക്ക് സർക്കാരിന്റെ ടൂൾ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. സർക്കാരിന്റെ കയ്യിലൊരു ടൂൾ കിറ്റ് ഉണ്ടെന്ന് പറയാം. അതിൽ പ്രധാനമായി 5 ആയുധങ്ങളാണുള്ളത്. 1. ടാക്സ് റവന്യൂ, അതായത് നികുതി. 2. നോൺ ടാക്സ് റവന്യൂ, അതായത് പൊതുമേഖലാ കമ്പനികളുടെ ലാഭം പോലെയുള്ളവ. 3. ബോറോയിങ്സ് അഥവാ കടമെടുക്കൽ. 4. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് സർക്കാർ കമ്പനികളുടെ ഓഹരി വിൽക്കുന്നത്. പിന്നെ അവസാനത്തത് ഡെഫിസിറ്റ് ഫൈനാൻസിംഗ്. നമുക്ക് ഓരോന്നായി നോക്കാം. നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാറ്റമായിരുന്നു GST. ഈ താരതമ്യം നോക്കൂ. GST വരുന്നതിനു മുൻപ് വാറ്റ്, സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ പല പേരുകളിൽ ഒരുപാട് ടാക്സുകൾ. അതൊരു തരം നികുതികളുടെ വലയായിരുന്നു. ഇത് നികുതി വെട്ടിപ്പിനും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായി. എന്നാൽ ഒരു രാജ്യം ഒരു നികുതി എന്ന ആശയത്തിൽ GST വന്നതോടെ കാര്യങ്ങൾ മാറി. നികുതിഘടന ലളിതമായി, നികുതി ചോർച്ച ഒരുപാട് കുറഞ്ഞു. അതിന്റെ ഫലമോ സർക്കാരിന്റെ വരുമാനം കൂടി, വിഭവസമാഹരണം കൂടുതൽ കാര്യക്ഷമമായി. നികുതി വരുമാനം മാത്രം പോരാതെ വരുമ്പോൾ സർക്കാർ എന്തു ചെയ്യും? കടമെടുക്കും. ഇതിന് പ്രധാനമായും 2 വഴികളുണ്ട്. 1. ഡൊമസ്റ്റിക് ബോറോയിങ്, അതായത് രാജ്യത്തിനകത്തുള്ള ബാങ്കുകളിൽ നിന്നും, ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും, എന്തിനേറെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ നിന്നും വരെ ബോണ്ടുകൾ ഇറക്കി പണം സമാഹരിക്കും. 2. എക്സ്റ്റേണൽ ബോറോയിങ്, അതായത് വേൾഡ് ബാങ്ക്, IMF പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കും. സാധാരണയായി വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കാണ് വിദേശത്തുനിന്ന് കടമെടുക്കുന്നത്. അടുത്തത് ഒരു പ്രത്യേക തരം രീതിയാണ് ഡെഫിസിറ്റ് ഫിനാൻസിംഗ്.
സർക്കാരിന്റെ കയ്യിൽ പണം തീരെയില്ലാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കൂ. വരുമാനം 100 രൂപ, പക്ഷെ ചെലവ് 120 രൂപ. ഈ 20 രൂപയുടെ കുറവ് നികത്താൻ സർക്കാർ റിസർവ് ബാങ്കിനോട് പുതിയ നോട്ടടിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതാണ് ഡെഫിസിറ്റ് ഫിനാൻസിംഗ്. ഇത് കേൾക്കുമ്പോൾ എളുപ്പമുള്ള വഴിയാണെന്ന് തോന്നാം, പക്ഷേ ഇതിന് വലിയൊരു അപകടമുണ്ട്. രാജ്യത്ത് ഉൽപ്പാദനം കൂടാതെ പണം മാത്രം കൂടിയാൽ എന്ത് സംഭവിക്കും? പണത്തിന്റെ മൂല്യം കുറയും, സാധനങ്ങളുടെ വില കൂടും. അതായത് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇതൊരു അവസാനത്തെ വഴിയായി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതുവരെ നമ്മൾ സർക്കാരിന്റെ കാര്യമാണോ സംസാരിച്ചത്? പക്ഷെ കഥ അവിടെ തീരുന്നില്ല. ഇന്ത്യയെപ്പോലൊരു മിക്സഡ് ഇക്കണോമിയിൽ സ്വകാര്യ മേഖല ഒരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. പുതിയ ഫാക്ടറികൾ തുടങ്ങാനും പുതിയ സേവനങ്ങൾ നൽകാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ആവശ്യമായ പണം കണ്ടെത്തുന്നത് പ്രധാനമായും സ്വകാര്യ മേഖലയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒരു നിമിഷം ഇവിടെയൊന്ന് നിർത്തി ആലോചിച്ചു നോക്കൂ. രാജ്യത്ത് ആകെ കടം കൊടുക്കാൻ 1 ലക്ഷം കോടി രൂപയുണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് സർക്കാർ തന്നെ ഒരു 70,000 കോടി കടമെടുത്താൽ ബാക്കി വരുന്ന തുക സ്വകാര്യ കമ്പനികൾക്ക് പുതിയ ഫാക്ടറി തുടങ്ങാനോ ബിസിനസ് വികസിപ്പിക്കാനോ തിരിയുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്രൗഡിംഗ് ഔട്ട് എന്ന പ്രതിഭാസം. സർക്കാർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് പണം കടമെടുക്കുമ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് കടം കിട്ടാനുള്ള പണത്തിന്റെ അളവ് കുറയും. പണത്തിന് ഡിമാൻഡ് കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പലിശ നിരക്ക് കൂടും. ഇത് സ്വകാര്യ കമ്പനികൾക്ക് കടമെടുക്കുന്നത് കൂടുതൽ ചെലവേറിയതാക്കും. അതിന്റെ ഫലമായി അവർ പുതിയ നിക്ഷേപങ്ങൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതായത് സർക്കാർ സ്വകാര്യ നിക്ഷേപകരെ മാർക്കറ്റിൽ നിന്ന് പുറത്താക്കുന്നതുപോലെയാണിത്. കാലം മാറുന്നതനുസരിച്ച് കളികളും മാറും, അല്ലേ? അതുപോലെ തന്നെയാണ് വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിലും. പരമ്പരാഗതമായ വഴികൾക്ക് പുറമേ ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചില പുതിയ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അഥവാ PPP. ഇതൊരു സ്മാർട്ട് സൊല്യൂഷനാണ്. ഉദാഹരണത്തിന്, ഒരു പുതിയ എയർപോർട്ട് പണിയാൻ സർക്കാരിന്റെ കയ്യിൽ മുഴുവൻ പണമില്ല, പക്ഷെ ഒരു സ്വകാര്യ കമ്പനിക്ക് പണവും അത് പണിയാനുള്ള വൈദഗ്ധ്യവുമുണ്ട്. അപ്പോൾ ഇവർ ഒരുമിച്ച് ഈ പ്രൊജക്റ്റ് ചെയ്യും. സർക്കാർ സ്ഥലം പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കും, സ്വകാര്യ കമ്പനി പണം മുടക്കി അത് നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കും. സർക്കാരിന് പണവും ലാഭിക്കാം, പ്രൊജക്റ്റ് വേഗത്തിൽ നടക്കുകയും ചെയ്യും. സ്വകാര്യ കമ്പനിക്ക് ലാഭവും കിട്ടും. ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. മറ്റൊരു ആധുനിക രീതിയാണ് മൈക്രോ ഫിനാൻസ്. ഇത് താഴെത്തട്ടിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വിഭവ സമാഹരണമാണ്. ഈ ചാർട്ട് നോക്കൂ. ഗ്രാമീണ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം, ഏകദേശം 40% സ്വയം സഹായ സംഘങ്ങളുടെ കയ്യിലാണ്. മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ച് ഒരു വലിയ ഫണ്ടാക്കി മാറ്റുകയും അത് ആവശ്യമുള്ള മറ്റു ചെറുകിട സംരംഭകർക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്നു. ഇത് ശരിക്കും ഒരുപാട് ചെറിയ അരിവുകൾ ചേർന്ന് ഒരു വലിയ പുഴയാകുന്നതുപോലെയാണ്. അവസാനമായി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI. FDI എന്ന് പറയുമ്പോൾ അത് വെറും പണമല്ല. ഒരു വിദേശ കമ്പനി ഇന്ത്യയിൽ ഒരു പുതിയ ഫാക്ടറി തുടങ്ങുമ്പോൾ അവർ പണം മാത്രമല്ല കൊണ്ടുവരുന്നത്. അതിനൊപ്പം ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ, മികച്ച മാനേജ്മെന്റ് രീതികൾ, പിന്നെ ഒരുപാട് തൊഴിലവസരങ്ങൾ, ഇതെല്ലാം വരുന്നു. ഇത് രാജ്യത്തെ വ്യവസായങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും ഒരുപോലെ ശക്തിപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇന്ത്യയുടെ ഭാവി എന്താണ്? വിഭവ സമാഹരണത്തിന്റെ കാര്യത്തിൽ മുന്നോട്ടുള്ള വഴി എങ്ങനെയായിരിക്കും? ഇന്ത്യയുടെ ഈ യാത്ര നോക്കൂ. ഒരു വലിയ മാറ്റം കാണാം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സർക്കാരിനെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ 1991 സാമ്പത്തിക ഉദാരവൽക്കരണം ഒരു വലിയ വഴിത്തിരിവായി. അതിനുശേഷം നമ്മൾ പതിയെ സർക്കാർ നിയന്ത്രണങ്ങളിൽ നിന്ന് മാറി സ്വകാര്യ മേഖലയ്ക്കും വിദേശ നിക്ഷേപത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മാർക്കറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്ക് മാറി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്ട്രാറ്റജി ഈ 4 തൂണുകളിലാണ് ഉറച്ചു നിൽക്കുന്നത്. 1. GST പോലുള്ള നികുതി പരിഷ്കാരങ്ങളിലൂടെ വരുമാനം കൂട്ടുക. 2. FRBM ആക്ട് പോലുള്ള നിയമങ്ങൾ വഴി സർക്കാരിന്റെ ചെലവുകൾക്കൊരു നിയന്ത്രണം വെക്കുക. 3. കൂടുതൽ ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ആഭ്യന്തര സമ്പാദ്യം വർദ്ധിപ്പിക്കുക. 4. FDI ആകർഷിച്ച് പുറത്തുനിന്നുള്ള പണവും സാങ്കേതിക വിദ്യയും കൊണ്ടുവരിക. ഈ 4 ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ത്യയുടെ വളർച്ച മുന്നോട്ടു പോകുന്നത്. അപ്പോൾ അവസാനമായി ഒരു വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഇന്ത്യയ്ക്ക് അടുത്ത 10 വർഷം കൊണ്ട് അതിവേഗ വളർച്ച നേടണമെങ്കിൽ ഈ 3 വഴികളിൽ ഏതിനായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? കൂടുതൽ നികുതി ചുമത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണോ? അതോ കൂടുതൽ കടം വാങ്ങി അടുത്ത തലമുറയ്ക്ക് ഭാരം നൽകണോ? അതുമല്ലെങ്കിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നമ്മുടെ നിയമങ്ങളിൽ കൂടുതൽ ഇളവുകൾ നൽകണോ? ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇന്ത്യയുടെ ഭാവി ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. ഇതിനെപ്പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കൂ. സ്വാതന്ത്ര്യം കിട്ടിയ ഒരു പുതിയ രാജ്യം അതിന്റെ സമ്പദ്വ്യവസ്ഥയെ എങ്ങനെ കെട്ടിപ്പടുക്കും? ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ?
ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ആദ്യകാല സാമ്പത്തിക യാത്രയെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ 1951 മുതൽ 1973 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിച്ച നിക്ഷേപ മാതൃകകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ഒരു പുതിയ സമ്പദ്വ്യവസ്ഥയെ പൂജ്യത്തിൽ നിന്ന് എങ്ങനെ പടുത്തുയർത്താം? ബ്രിട്ടീഷുകാർ പോയപ്പോൾ ഇന്ത്യയുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയായിരുന്നു. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ശ്രമങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ശരി, ഈ വിഷയം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മനസ്സിലാക്കാം. ആദ്യം അന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കും. പിന്നെ ആദ്യത്തെ ഘട്ടം, അതായത് സർക്കാർ എല്ലാം നിയന്ത്രിച്ചിരുന്ന ആ കാലഘട്ടത്തെപ്പറ്റി പഠിക്കും. അത് പ്രാവർത്തികമാക്കിയ മഹലനോബിസ് മോഡൽ എന്താണെന്ന് കാണും. സ്വാഭാവികമായും അതിന് ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും. അതിൽ നിന്ന് ഒരു പുതിയ പങ്കാളിത്ത മോഡലിലേക്ക്, അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് ഇന്ത്യ എങ്ങനെ എത്തിയെന്നും ഇത് ഭാവിയിലേക്ക് തുറന്ന വഴി എന്തായിരുന്നുവെന്നും നമ്മൾ പരിശോധിക്കും. നമുക്ക് 1951 ഇന്ത്യയുടെ ഒരു ചിത്രം മനസ്സിൽ കാണാം. വർഷങ്ങളുടെ കോളനി ഭരണത്തിനു ശേഷം വളരെ ദുർബലമായൊരു വ്യാവസായിക അടിത്തറയാണ് നമുക്കുണ്ടായിരുന്നത്. അതോടൊപ്പം ഒരു പുതിയ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്വവും മുന്നിലുണ്ട്. അപ്പോ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ അതിന്റെ ആദ്യത്തെ സുപ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതമാകുന്നത്. അപ്പോ ഈ വെല്ലുവിളികളോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത്? അതാണ് ഫേസ് 1 ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. 1951 മുതൽ 1969 വരെയുള്ള ഈ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും സർക്കാർ കേന്ദ്രീകൃതമായ ഒരു വികസന മാതൃകയാണ് നമ്മൾ സ്വീകരിച്ചത്. അതായത് കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം സർക്കാരിന്റെ കയ്യിലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കോൺസെപ്റ്റാണ് സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ്. എന്താണിത്? വളരെ ലളിതമാണ്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സർക്കാർ തന്നെ ഇരിക്കുന്ന അവസ്ഥ. ഇനി എന്തുകൊണ്ടാണ് ഇന്ത്യ ഈയൊരു വഴി തിരഞ്ഞെടുത്തത്? അതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. അക്കാലത്ത് വലിയ ഫാക്ടറികളിലും വ്യവസായങ്ങളിലും കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാനുള്ള പണമോ അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വിദ്യയോ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം സർക്കാർ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഈ സർക്കാർ നിയന്ത്രിത വികസനം നടപ്പിലാക്കിയത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് വഴിയായിരുന്നു. ഇതിന്റെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സ്റ്റീൽ, സിമന്റ് പോലുള്ള വലിയ അടിസ്ഥാന വ്യവസായങ്ങളിൽ ഭീമമായ നിക്ഷേപം നടത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ വലിയ വ്യവസായങ്ങൾ വളർന്നു കഴിയുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ താഴോട്ട് അരിച്ചിറങ്ങി മറ്റു ചെറിയ മേഖലകളിലേക്കും സാധാരണക്കാരിലേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുക. ഇതിനെയാണ് ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വികസനമെത്തിച്ച് രാജ്യത്ത് മൊത്തത്തിൽ ഒരു സാമ്പത്തിക വളർച്ചയുണ്ടാക്കുക. ഇതായിരുന്നു ഇതിനു പിന്നിലെ പ്രധാന അനുമാനം. ശരി, ഈ ആശയം എങ്ങനെയാണ് പ്രവൃത്തിയിൽ വന്നതെന്ന് നോക്കാം. ഈ കാലഘട്ടത്തിലെ വ്യാവസായിക മുന്നേറ്റത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രമായിരുന്നു പ്രൊഫസർ പി.സി. മഹലനോബിസ് വികസിപ്പിച്ചെടുത്ത മഹലനോബിസ് മോഡൽ. ഇത് സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തയ്യാറാക്കിയത്. ഈ മോഡൽ പ്രകാരം ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് അടിസ്ഥാന വ്യവസായങ്ങൾക്കാണ്, അതായത് കോർ ഇൻഡസ്ട്രീസിന്. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം അടിത്തറയിടുന്നില്ലേ? അതുപോലെ രാജ്യത്തിന്റെ വ്യവസായവൽക്കരണത്തിന് അടിത്തറയാകുമെന്ന് കരുതിയ ഇരുമ്പ്, ഉരുക്ക്, കൽക്കരി, വൈദ്യുതി, സിമന്റ് തുടങ്ങിയ മേഖലകളിൽ സർക്കാർ വലിയ തോതിൽ പണം മുടക്കി. അന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളെ, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് അഥവാ PSUസിനെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്നാണ്. ആ വാക്കിൽ തന്നെയുണ്ട് അവയുടെ പ്രാധാന്യം. സമ്പദ്വ്യവസ്ഥയുടെ ഏറ്റവും നിർണായകമായ മേഖലകൾ അഥവാ കമാൻഡിംഗ് ഹൈറ്റ്സ് പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കണമെന്നതായിരുന്നു നയം. ഈ സമയത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആശയമായിരുന്നു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ ആശയം ഇതാണ്: വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കുക, പകരം നമുക്കാവശ്യമായ സാധനങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഇതിന്റെ പ്രധാന ലക്ഷ്യം സെൽഫ് റിലയൻസ് അഥവാ സ്വയം പര്യാപ്തത നേടുക എന്നതായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിദേശത്ത് നിന്ന് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഫാക്ടറികൾ തുടങ്ങുക. ഇതിന്റെ ഒരു ഫലമായി പുറത്തുനിന്നുള്ള മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യൻ കമ്പനികളെ സംരക്ഷിക്കുന്ന ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് സമ്പദ്വ്യവസ്ഥ രൂപപ്പെട്ടു. ഇതുവരെ കേട്ടപ്പോ ഈ മോഡൽ വളരെ നല്ലതാണെന്ന് തോന്നാം, അല്ലേ? ഒരു വ്യാവസായിക അടിത്തറയുണ്ടാക്കിയെടുക്കാൻ ഇതിന് സാധിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. ഈ അടിത്തറയിൽ ചില വിള്ളലുകൾ വീഴാൻ തുടങ്ങിയിരുന്നു. ഗുരുതരമായ ചില പ്രശ്നങ്ങൾ പതിയെ തലപൊക്കി.
ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്തെ മിക്കവാറും എല്ലാ നിക്ഷേപവും ഭീമൻ വ്യവസായങ്ങളിലേക്ക് പോകുമ്പോൾ ഏത് പ്രധാനപ്പെട്ട മേഖലയായിരിക്കും അവഗണിക്കപ്പെടാൻ സാധ്യത? ഉത്തരം വ്യക്തമാണല്ലേ, കാർഷിക മേഖല. വ്യവസായത്തിന് കൊടുത്ത അമിത പ്രാധാന്യം കാരണം രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിച്ചിരുന്ന കൃഷിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. ഇത് പിന്നീട് ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് വരെ നയിച്ചു. പ്രായോഗിക തലത്തിലും ഒരുപാട് വെല്ലുവിളികളുണ്ടായിരുന്നു. അതായത് പ്ലാൻ ചെയ്തതും നടന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായി. പല പ്രൊജക്റ്റുകളും വിചാരിച്ച സമയത്ത് തീർന്നില്ല. അതിനെയാണ് ടൈം ഓവർറൺ എന്ന് പറയുന്നത്. അതുപോലെ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ ഒരുപാട് അധികം പണം ചെലവായി. അതാണ് കോസ്റ്റ് ഓവർറൺ. പോരാത്തതിന് പദ്ധതികൾക്കാവശ്യമായ പണവും സർക്കാരിന്റെ കയ്യിലുള്ള പണവും തമ്മിൽ എപ്പോഴും ഒരു വിടവുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഒന്നാം ഘട്ടത്തിന്റെ പരിമിതികളൊന്ന് ചുരുക്കി പറയാം. ഒന്നാമതായി കാർഷിക മേഖലയെ അവഗണിച്ചു. രണ്ടാമത് പദ്ധതികൾ വൈകുകയും ചെലവ് കൂടുകയും ചെയ്തു. പിന്നെ കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായങ്ങൾക്ക് പകരം കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വ്യവസായങ്ങളിലായിരുന്നു ശ്രദ്ധ. അവസാനമായി ഫണ്ടിങ്ങിലെ നിരന്തരമായ കുറവുകൾ. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിച്ചു വന്നപ്പോൾ ഒരു മാറ്റം അനിവാര്യമായി വന്നു. അങ്ങനെയാണ് നമ്മൾ ഫേസ് 2ലേക്ക്, അതായത് രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നത്. 1970 മുതൽ 1973 വരെയുള്ള ഈ കാലഘട്ടം ഒന്നാം ഘട്ടത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നില്ല, മറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള ഒരു കോഴ്സ് കറക്ഷൻ അഥവാ ഒരു തിരുത്തലായിരുന്നു. ഇതിന് തുടക്കം കുറിച്ചത് 1970-ലെ ഇൻഡസ്ട്രിയൽ പോളിസിയായിരുന്നു. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് ഈ മാറ്റം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഒന്നാം ഘട്ടത്തിൽ നിക്ഷേപകർ സർക്കാർ മാത്രമായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത് സർക്കാരും സ്വകാര്യ മേഖലയും ചേർന്നായി. പ്രധാന തന്ത്രം സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റിൽ നിന്ന് ജോയിന്റ് സെക്ടർ എന്ന പുതിയ ആശയത്തിലേക്ക് മാറി. അതോടെ സ്വകാര്യ മേഖലയുടെ പങ്ക് ഒരു സഹായക റോളിൽ നിന്ന് ഒരു തന്ത്രപരമായ പങ്കാളിയുടേതായി മാറി. അപ്പൊ എന്താണ് ഈ ജോയിന്റ് സെക്ടർ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സ്വകാര്യ മേഖലയും ഒരുമിച്ചു ചേർന്ന് വ്യവസായ സംരംഭങ്ങളിൽ പണം മുടക്കുന്ന ഒരു പങ്കാളിത്ത മാതൃക. ഇതിന്റെ ലക്ഷ്യം ലളിതമായിരുന്നു. വലിയ മുതൽമുടക്ക് ആവശ്യമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ അഭാവം കൊണ്ടോ നിക്ഷേപം നടത്താൻ മടിക്കുന്ന സ്വകാര്യ മേഖലയെ സർക്കാർ പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കുക. ഒരു സംരംഭത്തിന്റെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, സ്വകാര്യ പങ്കാളി എന്നിവർക്കിടയിൽ ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഇത്തരം സംരംഭങ്ങൾ ലാഭത്തിലായി കഴിയുമ്പോൾ സർക്കാർ അതിൽ നിന്ന് തങ്ങളുടെ ഓഹരി വിറ്റ് പിന്മാറും. അങ്ങനെ അത് പൂർണ്ണമായും ഒരു സ്വകാര്യ സംരംഭമായി മാറും. അപ്പോ നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ത്യയുടെ സാമ്പത്തിക നയരൂപീകരണത്തിന്റെ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിലെ ഒരു യാത്രയാണ്. എല്ലാം സർക്കാർ ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് തുടങ്ങി സ്വകാര്യ മേഖലയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊരു പുതിയ പങ്കാളിത്ത മാതൃകയിലേക്ക് രാജ്യം പതിക്കെ ചുവടുവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ടൈം ലൈനിൽ ഒന്നുകൂടി നോക്കാം. 1951 ഒന്നാം ഘട്ടം, അതായത് പഞ്ചവത്സര പദ്ധതികൾ തുടങ്ങി. 1969 ഒരു പ്രധാന സംഭവമായ ബാങ്ക് ദേശസാൽക്കരണം നടന്നു. അതിനുശേഷം 1970 ഈ ജോയിന്റ് സെക്ടർ എന്ന പുതിയ ആശയം കൊണ്ടുവന്ന വ്യവസായ നയം വന്നു. പക്ഷേ നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ രണ്ടാം ഘട്ടം വളരെ ശ്രദ്ധയോടെയുള്ള വളരെ പരിമിതമായ ഒരു ചുവടുവെപ്പ് മാത്രമായിരുന്നു. ഇതൊരു സമ്പൂർണമായ ഉദാരവൽക്കരണമായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ അപ്പോഴും പൂർണ്ണമായും സർക്കാർ കുത്തകയായി തന്നെ തുടർന്നു. എന്നാൽ ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് ഒരു വഴി തുറക്കുകയായിരുന്നു. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്. ജോയിന്റ് സെക്ടർ ഒരു ചെറിയ ശ്രദ്ധയോടെയുള്ള തുടക്കമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സ്വകാര്യ മേഖലയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്ന ഒരു സമ്പദ്വ്യവസ്ഥയായി മാറാൻ ഇന്ത്യയ്ക്ക് പിന്നെയും എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടിവന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെ ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ അടുത്ത വലിയ അധ്യായത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തില് ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരൊറ്റ വർഷമേയുള്ളൂ. അത് 1991. അപ്പോ ആ ഒരൊറ്റ വർഷം എങ്ങനെയാണ് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് രീതികളെയും സാമ്പത്തിക ഭാവിയെയും മൊത്തത്തിൽ മാറ്റിമറിച്ചത്? നമുക്കതൊന്ന് ലളിതമായിട്ട് നോക്കാം. അപ്പോ നമ്മുടെയെല്ലാം മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് 1991 ഇന്ത്യയ്ക്ക് തങ്ങളുടെ സാമ്പത്തിക പോളിസികൾ മൊത്തത്തിൽ മാറ്റേണ്ടി വന്നത്?
വെറുതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എടുത്തൊരു തീരുമാനമായിരുന്നു ഇത്? അതോ ഇതിന് പിന്നിൽ വളരെ വലിയ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ, പക്ഷേ അതിന്റെ ആഘാതം വളരെ വലുതായിരുന്നു. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ക്രൈസിസ്, നമ്മൾ BOP ക്രൈസിസ് എന്ന് പറയും. എന്താണിത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വിദേശ കറൻസി, അതായത് ഡോളർ, ഏകദേശം തീർന്നുപോയി. ഒന്നാലോചിച്ചു നോക്കൂ, നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ അത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യണം. അതിന് പണം കൊടുക്കേണ്ടത് ഡോളറിലാണ്. ആ ഡോളർ കയ്യിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യം നിശ്ചലമാകും. അത്രയ്ക്കും ഗുരുതരമായൊരവസ്ഥയായിരുന്നു അത്. അപ്പോ ഈയൊരൊറ്റ പ്രതിസന്ധിയാണ് ഇന്ത്യയെക്കൊണ്ട് പുതിയ വഴികൾ ചിന്തിപ്പിച്ചത്. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. കണ്ടില്ലേ, 1991 എന്ന വർഷം ഒരു വര പോലെയാണ്. അതിനു മുൻപൊരു ഇന്ത്യ, അതിനുശേഷം ഒരു ഇന്ത്യ. ആ 1991 മുൻപുള്ള കാലഘട്ടം, അതായത് 1974 മുതൽ 1990 വരെയുള്ള ഫേസ് 3, അതിനെയാണ് നമ്മൾ എറ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി 1991 ആ പ്രതിസന്ധിക്ക് ശേഷം തുടങ്ങിയ ഫേസ് 4നെ നമ്മൾ എറ ഓഫ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണത്തിന്റെ കാലഘട്ടം എന്നും പറയുന്നു. നമുക്ക് ഈ രണ്ട് കാലഘട്ടങ്ങളിലും എന്താണ് സംഭവിച്ചതെന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം 1991 മുൻപുള്ള ഇന്ത്യയിലേക്ക് പോകാം. ദി എറ ഓഫ് കൺട്രോൾ എന്ന് നമ്മൾ പറഞ്ഞ ആ കാലഘട്ടം. ഏതാണ്ട് 20 വർഷത്തോളം ഇന്ത്യയെ മുന്നോട്ട് നയിച്ച ആ സാമ്പത്തിക ചിന്ത എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യേകതകൾ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായിരുന്നു 1974 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അഥവാ ഫെറ. എന്തിനായിരുന്നു ഇങ്ങനെയൊരു നിയമം? അതിനു പിന്നിലെ ആശയം ഇതായിരുന്നു: രാജ്യത്തിന്റെ കയ്യിലുള്ള വിദേശ നാണ്യം വളരെ കുറച്ചേ ഉള്ളൂ. അത് ഒരു കാരണവശാലും പുറത്തേക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള പണത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിനു പകരം അതിന്റെ ഓരോ ചലനത്തെയും കർശനമായി നിയന്ത്രിക്കുക. അതായിരുന്നു ഫെറയുടെ പ്രധാന ലക്ഷ്യം. ചുരുക്കിപ്പറഞ്ഞാൽ പണത്തിന്റെ കാര്യത്തിൽ അവസാന വാക്ക് സർക്കാരിന്റേതായിരുന്നു. അപ്പോ എന്തിനാണ് ഇത്രയധികം നിയന്ത്രണങ്ങൾ? എന്തായിരുന്നു ഇതിനെല്ലാം അടിസ്ഥാനമായ ചിന്ത? അതിതായിരുന്നു: ഒരു രാജ്യത്തിന്റെ വികസനം മുന്നോട്ടു കൊണ്ടുപോകേണ്ടത് സർക്കാരാണ്, അല്ലാതെ പ്രൈവറ്റ് കമ്പനികളല്ല. അതായത് രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന്റെ പ്രധാന എഞ്ചിൻ സർക്കാർ തന്നെയായിരിക്കണം. ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതും വ്യവസായങ്ങൾ തുടങ്ങേണ്ടതുമെല്ലാം സർക്കാർ തന്നെ. ഇതായിരുന്നു അന്നത്തെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. ഈയൊരു വിശ്വാസം കാരണം പുറത്തുനിന്നുള്ള പണത്തെ, അതായത് ഫോറിൻ ക്യാപിറ്റലിനെ, എപ്പോഴും ഒരു സംശയത്തോടെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് വിദേശ നിക്ഷേപം പണമായിട്ട് കൊണ്ടുവരുന്നതിന് അത്ര പ്രോത്സാഹിപ്പിച്ചില്ല. പകരം പുതിയ ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവരാനാണെങ്കിൽ ഓക്കെ, അതിന് സമ്മതിക്കും. പിന്നെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ അവർക്ക് പണം മുടക്കണമെങ്കിൽ അതിന് കർശനമായ പരിധിയുണ്ടായിരുന്നു. സർക്കാരിന്റെ കുത്തകയുള്ള പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലേക്കൊന്നും അവർക്ക് പ്രവേശനമേ ഇല്ലായിരുന്നു. അപ്പൊ സർക്കാർ എങ്ങനെയാണ് ഈ വികസനത്തിനൊക്കെ പണം കണ്ടെത്തിയിരുന്നത്? പ്രധാനമായും 3 വഴികളുണ്ടായിരുന്നു. 1, ജനങ്ങളിൽ നിന്നുള്ള ടാക്സ്. 2, രാജ്യത്തിനകത്ത് നിന്ന് തന്നെ കടം വാങ്ങുന്നത്. പിന്നെ 3-മത്തത്, കയ്യിൽ കാശില്ലെങ്കിൽ കുറച്ചുകൂടി കറൻസി അച്ചടിക്കാം. ഇതിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിക്കൂ, 26%. ഇതായിരുന്നു ആ കാലത്ത് മിക്ക ഇന്ത്യൻ കമ്പനികളിലും ഒരു വിദേശ നിക്ഷേപകന് സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും കൂടിയ ഷെയർ. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? ഒരു കമ്പനിയിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭൂരിപക്ഷം, അതായത് 51%, ഒരിക്കലും ഒരു വിദേശിയുടെ കയ്യിൽ പോകില്ല. കൺട്രോൾ എപ്പോഴും ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നതായിരുന്നു നിയമം. ഈ ഒരൊറ്റ കണക്ക് മതി അന്നത്തെ സാമ്പത്തിക നയം എത്രത്തോളം അടഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇന്ത്യയെ മറ്റു രാജ്യങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യ ഇങ്ങനെ നിയന്ത്രണങ്ങളുടെ വഴിയിലൂടെ പോയ അതേ സമയത്ത് സൗത്ത് കൊറിയ, മലേഷ്യ പോലുള്ള ചില ഏഷ്യൻ രാജ്യങ്ങൾ, നമ്മളവരെ ഏഷ്യൻ ടൈഗേഴ്സ് എന്ന് വിളിക്കും, അവർ വിദേശ നിക്ഷേപത്തിനായി അവരുടെ വാതിലുകൾ മലർക്കെ തുറന്നിട്ടു. അതിന്റെ ഫലം എന്തായിരുന്നു? അവർ വളരെ പെട്ടെന്ന് വ്യാവസായികമായി വളർന്നു. അവരുടെ എക്കോണമി കുതിച്ചുയർന്നു. അതേസമയം ഇന്ത്യയുടെ വളർച്ചയാകട്ടെ വളരെ പതുക്കെയായിരുന്നു. അതുകൊണ്ടാണ് പലരും ഈ കാലഘട്ടത്തെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയായി കാണുന്നത്. ശരി, അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയധികം കൺട്രോൾ വെച്ച് പുറത്തുനിന്നുള്ള പണത്തെ അകറ്റി നിർത്തുന്ന ഒരു സിസ്റ്റത്തിൽ പെട്ടെന്നൊരു ദിവസം നമ്മുടെ കയ്യിലുള്ള ഡോളർ തീർന്നുപോയാൽ എന്ത് സംഭവിക്കും? ഇറക്കുമതി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫാക്ടറികൾ പ്രവർത്തിക്കുമോ? ഇല്ല. രാജ്യം മൊത്തത്തിൽ നിശ്ചലമാകും, അല്ലേ? അതെ, കൃത്യമായി അതുതന്നെയാണ് 1991 സംഭവിച്ചതും. ഓക്കേ, ഇനി നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 1991 ശേഷമുള്ള ഇന്ത്യ, ദി എറ ഓഫ് ലിബറലൈസേഷൻ.
ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് പാഠം പഠിച്ച് ഇന്ത്യ എങ്ങനെയാണൊരു പുതിയ സാമ്പത്തിക ലോകം കെട്ടിപ്പടുത്തത് എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്തയിൽ തന്നെ ഒരു 180 ഡിഗ്രി മാറ്റം വന്നു. രാജ്യത്തിന്റെ വളർച്ചയുടെ എഞ്ചിൻ സർക്കാരല്ല, മറിച്ച് പ്രൈവറ്റ് സെക്ടറാണ് എന്ന പുതിയൊരാശയം മുന്നോട്ട് വന്നു. കാരണം പ്രൈവറ്റ് സംരംഭകർക്ക് അവസരങ്ങൾ കൊടുത്താൽ മത്സരം കൂടും, കാര്യക്ഷമത കൂടും, സമ്പദ്വ്യവസ്ഥ താനെ വളരും. ഇതായിരുന്നു ആ പുതിയ തിരിച്ചറിവ്. ഈ പുതിയ ചിന്തയുടെ ആദ്യത്തെ വലിയ മാറ്റം വന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ FDI പോളിസിയിലാണ്. ഇവിടെയാണ് ആ 180 ഡിഗ്രി മാറ്റം നമ്മൾ ശരിക്കും കാണുന്നത്. വിദേശ മൂലധനം ഒരു ഭീഷണിയാണെന്ന പഴയ ചിന്ത മാറി അത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള ഒരു ഇന്ധനമാണെന്ന് പുതിയ തിരിച്ചറിവ് വന്നു. അതുകൊണ്ട് ഫെറ പോലെ നിയന്ത്രിക്കുന്നതിന് പകരം FDIയിലൂടെ അതിനെ ഇങ്ങോട്ട് ആകർഷിക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ 26% എന്നൊക്കെയുള്ള ലിമിറ്റ് എടുത്തു കളഞ്ഞ് പല സെക്ടറുകളിലും 100% വരെ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇതൊരു വിപ്ലവം തന്നെയായിരുന്നു. അടുത്തതായി വന്നൊരു പ്രധാനപ്പെട്ട ആശയമാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് അഥവാ PPP. ഇതിന്റെ പിന്നിലെ യുക്തി വളരെ സിമ്പിളാണ്. രാജ്യത്ത് വലിയ റോഡുകളും പാലങ്ങളും എയർപോർട്ടുകളും ഒക്കെ ഉണ്ടാക്കണം. പക്ഷെ അതിനെല്ലാമുള്ള പണം സർക്കാരിന്റെ കയ്യിലില്ല. അപ്പോ എന്തു ചെയ്യും? സർക്കാരും പ്രൈവറ്റ് കമ്പനികളും ഒരുമിച്ച് ചേർന്ന് പ്രോജക്റ്റുകൾ ചെയ്യുക. അതാണ് PP മോഡൽ. വെറുതെ വന്ന് പണം മുടക്കാൻ പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾ വരില്ലല്ലോ. അപ്പോ അവരെ ആകർഷിക്കാൻ വേണ്ടി സർക്കാർ പലതരം PPP മോഡലുകൾ കൊണ്ടുവന്നു. BOT, BOO, BOT എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഓപ്ഷനുകൾ. ഉദാഹരണത്തിന്, ഒരു കമ്പനിക്കൊരു പാലം നിർമ്മിച്ച് കുറേ വർഷത്തേക്ക് ടോൾ പിരിച്ച് ലാഭമുണ്ടാക്കി അതിനുശേഷം അത് സർക്കാരിന് കൈമാറാം. അല്ലെങ്കിൽ നിർമ്മിച്ച് സ്വന്തമായി പ്രവർത്തിപ്പിക്കാം. ഇങ്ങനെ പലതരം ഫ്ലെക്സിബിളായ കരാറുകൾ. ഇതിന്റെയൊക്കെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു ആകർഷകമായ ഡീലാക്കി മാറ്റുക. അടുത്തത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. എന്താണിത്? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുണ്ടല്ലോ, നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയും. അതിലെ ഓഹരികൾ വിൽക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ ഓഹരി വിൽക്കുമ്പോൾ സർക്കാരിന് കുറച്ച് പണം കിട്ടും. 2, പ്രൈവറ്റ് മാനേജ്മെന്റ് വരുമ്പോൾ ആ കമ്പനികൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന പ്രതീക്ഷ. ഈയൊരു മാറ്റം സർക്കാരിന്റെ റോളിൽ വരുത്തിയ വ്യത്യാസം വളരെ വലുതാണ്. നോക്കൂ, 1991 മുൻപ് സർക്കാർ ഒരു പ്രൊഡ്യൂസറായിരുന്നു, അതായത് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ് നടത്തുന്ന ഒരാൾ. എന്നാൽ 1991 ശേഷം സർക്കാർ ആ റോള് മാറ്റി. സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററായി മാറി. അതായത് ബിസിനസ് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്ന ആൾ. അതോടൊപ്പം ഒരു റെഗുലേറ്ററുമായി, അതായത് കളിക്ക് നിയമങ്ങളുണ്ടാക്കുകയും എല്ലാവരും അത് പാലിക്കുന്നുണ്ടോ നോക്കുകയും ചെയ്യുന്ന ആൾ. ചുരുക്കി പറഞ്ഞാൽ കളിയിലെ പ്രധാന കളിക്കാരൻ എന്ന റോളിൽ നിന്ന് കളി നിയന്ത്രിക്കുന്ന റെഫറിയുടെ റോളിലേക്ക് സർക്കാർ മാറി. ശരി, അപ്പം നമ്മൾ ഈ 2 കാലഘട്ടങ്ങളെക്കുറിച്ചും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകൂടി വ്യക്തമാക്കാൻ നമുക്കിവയെ നേർക്കുനേർ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഈ ടേബിൾ നോക്കൂ. ഇത് നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ഒന്നാമത്തെ പോയിന്റ്, പ്രധാന നടൻ ആരായിരുന്നു? പഴയ സിസ്റ്റത്തിൽ സർക്കാരായിരുന്നു, പുതിയതിൽ അത് പ്രൈവറ്റ് സെക്ടറായി. വിദേശ മൂലധനത്തിന്റെ കാര്യമോ? പണ്ട് നിയന്ത്രണങ്ങളായിരുന്നു, ഫെറ വഴി, പിന്നീട് FDI വഴി പ്രോത്സാഹനമായി. സർക്കാരിന്റെ റോൾ എങ്ങനെ മാറി? പ്രൊഡ്യൂസർ എന്ന റോളിൽ നിന്ന് ഫെസിലിറ്റേറ്റർ, റെഗുലേറ്റർ എന്ന റോളിലേക്ക്. പണം എവിടുന്ന് വന്നു? പണ്ട് സർക്കാരിന്റെ ടാക്സും കടവുമായിരുന്നു, പിന്നീടത് പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റായി. ഏറ്റവും അവസാനം ലക്ഷ്യം എന്തായിരുന്നു? പണ്ട് സെൽഫ് റിലയൻസ്, അതായത് സ്വാശ്രയത്വം. പുതിയ ലക്ഷ്യം ഗ്രോത്ത് അഥവാ വളർച്ചയായി മാറി. കണ്ടില്ലേ, എല്ലാത്തിലും എന്തു വലിയ മാറ്റമാണ് വന്നതെന്ന്. അപ്പോ ഈ മാറ്റങ്ങളുടെയെല്ലാം ആകെ തുക എന്താണ്? എന്താണ് സർക്കാരിന്റെ പുതിയ റോളിന്റെ ബ്ലൂ പ്രിന്റ്? ഇതിനെ നമുക്ക് ഒരൊറ്റ വാചകത്തിൽ പറയാം: സർക്കാർ നയിക്കുന്ന ഒരു മോണോപോളിയിൽ നിന്ന് പ്രൈവറ്റ് സെക്ടർ നയിക്കുന്ന, എന്നാൽ സർക്കാർ സഹായിക്കുന്ന ഒരു ഡെവലപ്മെന്റ് മോഡിലേക്കുള്ള മാറ്റം. ഇതായിരുന്നു 1991 ശേഷമുള്ള ഇന്ത്യൻ എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ ആയപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളും മാറി. ഉദാഹരണത്തിന്, സംരംഭകർക്ക് ബിസിനസ് തുടങ്ങാനുള്ള തടസ്സങ്ങൾ, അതായത് ചുവപ്പുനാട, ഒഴിവാക്കാൻ നിയമങ്ങൾ ലളിതമാക്കി. അതാണ് ഡീറെഗുലേഷൻ. ആളുകൾക്ക് എളുപ്പത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടാക്കുന്നതിൽ ശ്രദ്ധിച്ചു. അതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതുപോലെ സർക്കാർ ഒരുപാട് കടം വാങ്ങിയാൽ പ്രൈവറ്റ് ആളുകൾക്ക് കടം കിട്ടാതെ വരുമെന്ന് മനസ്സിലാക്കി ഫിസ്ക്കൽ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കാൻ തുടങ്ങി. അപ്പോൾ കാണുന്നില്ലേ, ഓരോ സ്റ്റെപ്പും പ്രൈവറ്റ് സെക്ടറിന്റെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ ഉദ്ധരണി നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യാഖ്യാനിക്കുന്നു.
ഈ പരിഷ്കാരങ്ങൾ സർക്കാരിന്റെ റോളിനെ ഒരു പ്രധാന ഉൽപ്പാദകൻ എന്ന നിലയിൽ നിന്ന് വികസനത്തിന്റെ പ്രധാന സഹായി എന്ന നിലയിലേക്ക് മാറ്റി. ഇതുതന്നെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിന്റെ രത്നചുരുക്കം. അപ്പോ 1991 തുടങ്ങിയ ഈ വലിയ മാറ്റം ഇന്നും തുടരുകയാണ്. നമ്മൾ ആ യാത്രയെക്കുറിച്ചാണിന്ന് മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ്: ഇന്നത്തെ ലോകത്തിലെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യയുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് മോഡലിന്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും അതിന്റെ അടുത്ത പരിണാമം? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. നമ്മൾ എപ്പോഴും കാണുന്ന വലിയ പ്രൊജക്റ്റുകളില്ലേ, റോഡ് പണി, സ്കൂളുകളിലെ ഉച്ചഭക്ഷണം, കർഷകർക്കുള്ള സഹായങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഡൽഹിയിലെടുക്കുന്ന ഒരു തീരുമാനം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് കൃത്യമായി എത്തുന്നത്? ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ വലിയ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതെന്നും അത് നടപ്പിലാക്കുന്നതെന്നും നമുക്കിന്ന് ലളിതമായി മനസ്സിലാക്കാം. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി കൂടിയാണിത്. ഡൽഹിയിലുണ്ടാക്കുന്നൊരു പോളിസി ഒരു സാധാരണ ഗ്രാമത്തിൽ കൃത്യമായി എങ്ങനെ എത്തുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുമ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ധാരണ കിട്ടും. അപ്പോൾ ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കിടക്കുന്നത് ഗവൺമെന്റ് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വഴികളിലാണ്. ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് എല്ലാം സ്വന്തം കൺട്രോളിൽ വെച്ച് നടത്തുന്ന പദ്ധതികൾ. രണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഒരുമിച്ച് ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ചെയ്യുന്ന പദ്ധതികൾ. ഈ രണ്ട് വഴികൾ എന്തൊക്കെയാണെന്നും അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേന്ദ്രത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സെൻട്രൽ സെക്ടർ സ്കീംസിനെ പറ്റി നോക്കാം. പേര് പറയുന്ന പോലെ തന്നെ ഇതൊരു ഡയറക്റ്റ് റൂട്ടാണ്. അപ്പോൾ എന്താണ് ഈ സെൻട്രൽ സെക്ടർ സ്കീം? സിമ്പിളായി പറഞ്ഞാൽ ഒരു പദ്ധതിയുടെ ഐഡിയ ഉണ്ടാക്കുന്നത്, അതിനുവേണ്ട പണം കൊടുക്കുന്നത്, അത് രാജ്യത്ത് നടപ്പിലാക്കുന്നത്, ഇതെല്ലാം 100% കേന്ദ്ര സർക്കാരിന്റെയും അവരുടെ മന്ത്രാലയങ്ങളുടെയും ഉത്തരവാദിത്തമാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നേരിട്ട് ഒരു പങ്കാളിത്തവുമില്ല. അപ്പോൾ എന്തിനാണിങ്ങനൊരു സിസ്റ്റം? അതിന്റെ ലോജിക് എന്താണ്? അതിന്റെ ഉത്തരം നമ്മുടെ ഭരണഘടനയിൽ തന്നെയുണ്ട്. ഭരണഘടന അധികാരങ്ങളെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതിൽ രാജ്യത്തിന് മുഴുവൻ പ്രാധാന്യമുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഡിഫൻസ്, റെയിൽവേ, നാഷണൽ ഹൈവേസ്, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റ് എന്നൊരു ലിസ്റ്റിലാണ് വരുന്നത്. ഈ വിഷയങ്ങളിൽ നിയമമുണ്ടാക്കാൻ കേന്ദ്രത്തിന് മാത്രമാണ് അധികാരം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ രാജ്യത്ത് എല്ലായിടത്തും ഒരേ പോളിസി നടപ്പിലാക്കാനാണ് കേന്ദ്രം നേരിട്ട് ഈ പദ്ധതികൾ ചെയ്യുന്നത്. ഈ സ്ലൈഡിലെ ഈ നമ്പർ കണ്ടോ? 100%. ഇതാണ് ഈ സ്കീമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ പദ്ധതികളുടെ മുഴുവൻ സാമ്പത്തിക ചെലവും ഒരൊറ്റ രൂപ പോലും കുറയാതെ കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ സാമ്പത്തികമായി ഒരു പങ്കുമില്ല. അപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്, ഫണ്ടിംഗ് 100% കേന്ദ്രമാണ്. മൂന്നാമത്, ഇത് നടപ്പിലാക്കുന്നത് കേന്ദ്ര മന്ത്രാലയങ്ങൾ നേരിട്ടാണ്. ഇതിനൊരു നല്ല ഉദാഹരണമാണ് MPLADS, അതായത് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം. ഓരോ MPക്കും അവരുടെ മണ്ഡലത്തിൽ ചെറിയ വികസന പ്രവർത്തനങ്ങൾ നടത്താനായി കേന്ദ്രം നേരിട്ട് പണം കൊടുക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കാം. 2016 മുൻപ് എന്തായിരുന്നു അവസ്ഥയെന്നറിയോ? ഏകദേശം 1500-ലധികം കുഞ്ഞു സ്കീമുകളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സ്കീമുകൾ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതിന്റെ കാര്യക്ഷമത വളരെ കുറവായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഇത് മനസ്സിലാക്കി 2016-17 ബഡ്ജറ്റിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. ഈ ആയിരക്കണക്കിന് ചെറിയ സ്കീമുകളെയെല്ലാം ഒരുമിപ്പിച്ച് ഏകദേശം 300 വലിയ അംബ്രല്ല സ്കീമുകളാക്കി മാറ്റി. ഇതുകൊണ്ട് എന്തുണ്ടായി? ഫണ്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ എളുപ്പമായി. ഓരോ സ്കീമും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാനും എളുപ്പമായി. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് റൂട്ട് നമ്മൾ കണ്ടു. ഇനി നമുക്ക് രണ്ടാമത്തെ വഴിയിലേക്ക് പോകാം, അതായത് പങ്കാളിത്തത്തിന്റെ വഴി. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്, അല്ലെങ്കിൽ CSS. അപ്പോൾ എന്താണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്? ഇതാണ് ആ പാർട്ട്ണർഷിപ്പ് മോഡൽ. ഇവിടെ പദ്ധതി നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്, പക്ഷേ അതിന് വേണ്ട പണത്തിന്റെ ഒരു വലിയ ഭാഗം കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. എന്തിനാണെന്നോ, രാജ്യത്തിന് മൊത്തത്തിൽ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, എല്ലാ വീട്ടിലും ശുദ്ധജലം എത്തിക്കുക. ഈ ലക്ഷ്യം നേടാൻ വേണ്ടി സംസ്ഥാനങ്ങളെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയുമാണ് കേന്ദ്രം ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഈ പാർട്ട്ണർഷിപ്പ്? കാരണം കൃഷി, ആരോഗ്യം, ക്രമസമാധാനം, ഇതൊക്കെ ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതിന്റെ അർത്ഥം ഈ വിഷയങ്ങളിൽ പ്രധാന അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. പക്ഷേ ഈ മേഖലകളിലൊക്കെ രാജ്യത്തിന് മൊത്തത്തിൽ ഒരു പുരോഗതി വേണമെങ്കിൽ കേന്ദ്രത്തിന് വെറുതെ നോക്കിനിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേന്ദ്രം എന്തു ചെയ്യും? സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് പണം നൽകി സഹായിക്കുക എന്നത്.
അതാണ് ഇവിടെ നടക്കുന്നത്. ശരി, ഇവിടെ നമുക്കൊന്ന് നിർത്തി ആലോചിക്കാം. ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയമാണെങ്കിൽ പോലും എന്തിനാണ് കേന്ദ്രം വെറും ഒരു പങ്ക് മാത്രം കൊടുക്കുന്നത്? എന്തുകൊണ്ട് 100% ഫണ്ടും കൊടുത്തുകൂടാ? ഉത്തരം വളരെ സിമ്പിളാണ്. സംസ്ഥാനങ്ങൾ കൂടി അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കുമ്പോൾ ആ പദ്ധതിയിൽ അവർക്കൊരു ഓണർഷിപ്പ്, ഒരു ഉത്തരവാദിത്ത ബോധം വരും. ഇത് നമ്മുടെ കൂടി പദ്ധതിയാണ് എന്നൊരു തോന്നല്, അത് ആ പദ്ധതിയുടെ വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി കൂടും, അത്രയുള്ളൂ. ഈ ഫണ്ടിംഗ് എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് നോക്കൂ. സാധാരണഗതിയിൽ, അതായത് ജനറൽ സ്റ്റേറ്റുകളിൽ 60-40 എന്ന അനുപാതത്തിലാണ്. അതായത് 60% കേന്ദ്രം, 40% സംസ്ഥാനം. പക്ഷേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും ഒരു പ്രത്യേക പരിഗണനയുണ്ട്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളും വരുമാനക്കുറവും കാരണം കേന്ദ്രം 90% വരെ ഫണ്ട് നൽകുമ്പോൾ സംസ്ഥാനം വെറും 10% കൊടുത്താൽ മതി. അപ്പോ CSSന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 2. ഫണ്ടിംഗ് കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് പങ്കുവയ്ക്കുന്നു. 3. ഇത് നടപ്പിലാക്കുന്നത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതായത് MGNREGA, പിന്നെ സ്വച്ഛ് ഭാരത് മിഷൻ, ജൽ ജീവൻ മിഷൻ, ഇതൊക്കെ ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. ശരി, അപ്പം നമ്മൾ ഈ 2 തരം സ്കീമുകളെപ്പറ്റിയും വിശദമായിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നേർക്കുനേർന്ന് നോക്കാം. ഇതൊന്ന് ക്ലിയറാക്കാം. അടിസ്ഥാനപരമായി പറഞ്ഞാൽ സംഭവം ഇത്രയുള്ളൂ. സെൻട്രൽ സെക്ടർ സ്കീംസ് എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു ഡയറക്റ്റ് ആക്ഷനാണ്. എന്നാൽ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്, ഒരു സഹകരണമാണ്. ഈ ടേബിൾ നോക്കിയാൽ വ്യത്യാസം വളരെ വ്യക്തമാകും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫണ്ടിംഗ്. സെൻട്രൽ സെക്ടറിൽ 100% കേന്ദ്രം, CSSലാണെങ്കിൽ അതൊരു ഷെയറിംഗ് ആണ്, 60:40 പോലെ. അധികാരപരിധി അഥവാ ജൂറിസ്ഡിക്ഷൻ. സെൻട്രൽ സെക്ടർ യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങൾ, CSS സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ. നടത്തിപ്പ് അഥവാ ഇംപ്ലിമെന്റേഷൻ. ആദ്യത്തേത് കേന്ദ്രം നേരിട്ട്, രണ്ടാമത്തേത് സംസ്ഥാന സർക്കാരുകൾ. ഇനി ലക്ഷ്യം അഥവാ ഒബ്ജക്റ്റീവ്. ഒന്ന് രാജ്യത്തിന് മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ, മറ്റേത് പ്രാദേശിക വികസനത്തിലെ സംസ്ഥാനങ്ങളെ സഹായിക്കാൻ. ക്ലിയറായല്ലോ? ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു കാര്യം നോക്കാം. ഗവൺമെന്റിന്റെ തിങ്ക് ടാങ്കായ നിതി ആയോഗ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീംസിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രധാനമായും 3 കാറ്റഗറികളാണുള്ളത്. 1 കോർ ഓഫ് ദി കോർ സ്കീമുകൾ, 2 കോർ സ്കീമുകൾ, 3 ഓപ്ഷണൽ സ്കീമുകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഈ കോർ ഓഫ് ദി കോർ എന്ന് പറഞ്ഞാലെന്താണ്? ഒരു രാജ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ, ഒഴിവാക്കാൻ പറ്റാത്ത സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ഇതിൽ വരുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഒരു ഉദാഹരണമാണ്. ഇനി കോർ സ്കീമുകൾ, ഇവ രാജ്യത്തിന്റെ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടവയാണ്. നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റ് അജണ്ടയുടെ ഭാഗമാണ്. സ്വച്ഛ് ഭാരത് മിഷനൊക്കെ ഇതിൽ വരും. പിന്നെ വരുന്ന ഓപ്ഷണൽ സ്കീമുകൾ സംസ്ഥാനങ്ങൾക്ക് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് തെരഞ്ഞെടുക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നവയാണ്. അപ്പോ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഈ 2 തരം പദ്ധതികളും ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മനോഹരമായ ഒരു ബാലൻസിംഗ് ആക്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു ഡ്യുവൽ സ്കീം സിസ്റ്റത്തിന്റെ പ്രധാന ഗുണം ഇതാണ്. ഇത് ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നു. 1. രാജ്യത്തിന്റെ പൊതുവായ വിഭവങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിക്കാൻ സഹായിക്കുന്നു. 2. സംസ്ഥാനങ്ങളെ വികസനത്തിൽ വെറും കാഴ്ചക്കാരാക്കാതെ അവരെ സജീവ പങ്കാളികളാക്കുന്നു. ഇത് സഹകരണ ഫെഡറലിസം എന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് മുന്നോട്ടു പോവുക എന്ന സന്ദേശമാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ട്. മാറുന്ന ഇന്ത്യയിൽ ദേശീയ ലക്ഷ്യങ്ങളും സംസ്ഥാനങ്ങളുടെ പ്രാദേശിക താൽപ്പര്യങ്ങളും തമ്മിലുള്ള ഈ ബാലൻസ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇത് ഇന്ത്യൻ ഭരണ സംവിധാനം എപ്പോഴും നേരിടുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം.